ഇന്ന് നമ്മുടെ കൊട്ടിയൂർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ മോർണിംഗ് ദക്ഷിണയാഗ ഭൂമിയായ കൊട്ടിയൂർ ആദിപരാശക്തിയായ പാർവതീ ദേവിയുടെയും മഹാദേവൻ്റെയും അദൃശ്യമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പുണ്യഭൂമിയാണ്. ഒരിക്കലെങ്കിലും ഈ പുണ്യസങ്കേതത്തിൽ വൈശാഖ മഹോത്സവകാലം സന്ദർശിക്കുന്നത് നല്ലതാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൊട്ടിയൂർ യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ അതേ നമ്മുടെ സുന്ദരി മണികളൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി ഇറങ്ങാൻ വേണ്ടി ഇരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ സുന്ദരന്മാർക്കും ഒട്ടും കുറവില്ലാതെ തന്നെ അവരും യഥാർത്ഥ സമയത്ത് തന്നെ റെഡിയായി. അതുപോലെ നമുക്ക് 6 മണിക്ക് തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പം നമ്മൾ ഇന്ന് രാവിലെ പോകാൻ പോകുന്നത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് പോകണം. അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ നല്ല ഒരു കടയായിരുന്നു കേട്ടോ. നമുക്ക് അത് ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല നീറ്റും ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ് നമുക്ക് കിട്ടിയത്. അവിടെ പൂരി, ഉരുളക്കിഴങ്ങ് കറി, പുട്ട്, അങ്ങനെ പല ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം വാങ്ങി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോയത്. പിന്നെ നമ്മൾ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ സമയപരിധി കാരണം നമുക്ക് അവിടെ അത് നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിരിക്കുന്നത് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിലാണ്. അപ്പോൾ അവിടെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫീസ് 25 രൂപയാണ് ഒരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 25 രൂപ കൊടുത്തതിലും മാത്രം അതിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു സത്യം. സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം.